ബ്രഹ്മരക്ഷസിന്റെ ബാധ, ബ്രഹ്മരക്ഷസും ഭദ്രകാളിയും കൂടെ ബാധയിൽ വന്നാൽ അയാൾക്ക് മരണം ഉണ്ടാവുക. ദുർമരണമാണെങ്കിൽ അയാൾക്കുണ്ടാകും അറ്റാക്ക് വരിക, പറഞ്ഞ ഞരമ്പുകളൊക്കെ പൊട്ടി അങ്ങനെ ഒക്കെ മരണപ്പെടാം. യക്ഷി രക്ഷസ് അല്ല യക്ഷി ഗന്ധർവൻ. രക്ഷസ് ഗന്ധർവന്റെ സ്വഭാവം കാണിക്കുന്നു എന്ന് പറയും. അപ്പൊ ഈ ഭുവനേശ്വരി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് പലതും യക്ഷിയാണ്. യക്ഷി അമ്മ എന്ന് നമ്മൾ വിളിച്ചാലും അവർക്ക് അമ്മ ഭാവമല്ല, അവർക്കൊരു കാമുകിയുടെ ഭാവമാണുള്ളത്. അവരുടെ അനുഗ്രഹം വന്നാൽ നമുക്ക് നല്ല ഐശ്വര്യം വരും. ചിലർക്ക് ഭയങ്കരമായ വശ്യത, ഭയങ്കരമായ ആകർഷണത്വം, എന്താണ് യക്ഷിയമ്മയൊക്കെ സാമ്പത്തികം കൊണ്ടുതരുന്ന ആളാണ്. പക്ഷെ അതിനെ ആരും വീട്ടിൽ വെക്കാൻ സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ മറ്റവൻ രക്ഷപ്പെട്ടു പോയാലോ, യക്ഷി ഭയങ്കര ഭീകരരൂപിയാണ്, ബ്രഹ്മരക്ഷസ് ഭയങ്കര ഭീകരരൂപിയാണ്, അതിന് കൂർത്ത നഖങ്ങൾ. ഇതൊന്നുമല്ല ഒരു ബ്രാഹ്മണന്റെ പ്രേതം. ആ ബ്രാഹ്മണൻ എങ്ങനെ ജീവിച്ചിരുന്ന പെരുന്നോ അതേ സ്വഭാവം തന്നെയുള്ളൂ. മറ്റൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ തെക്ക് വശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അമ്മൻ സങ്കല്പങ്ങളാണ് കൂടുതലും. ഈ അമ്മൻ സങ്കല്പങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ യക്ഷി സങ്കല്പങ്ങളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പഴയ കാലത്തെ തറവാടുകളാണെങ്കിലും തറവാട് ക്ഷേത്രങ്ങളാണെങ്കിലും ഇവിടെ എല്ലാം പൂജിച്ചിരുന്നത് യക്ഷിയായിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ ഭാവം മാറ്റി, രൂപം മാറ്റി, ദുർഗയും ഭദ്രകാളിയും ഭുവനേശ്വരിയും ഒക്കെ ആക്കി മാറ്റുന്നൊരു സങ്കല്പമുണ്ട് കേരളത്തിൽ തന്നെ ഇപ്പോൾ. അതായത് യക്ഷി എന്ന് പറയുന്നത് എന്തോ ഒരു മോശപ്പെട്ട ഒന്നാണ്, പക്ഷെ അത് ഭുവനേശ്വരി ആകുമ്പോൾ കുഴപ്പമില്ല, അങ്ങനെ ഒരു രീതിയുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ചാത്തൻ സങ്കല്പങ്ങളാണെങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിൽ ചാത്തൻ, ഇപ്പോൾ മലബാർ സമ്പ്രദായത്തിലാണെങ്കിലും ചാത്തനും മാടനും അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്നത്തെ ക്ഷേത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുണ്ട്. പക്ഷെ ഇന്ന് അതിനൊരു മോശപ്പെട്ട ദേവതയാക്കി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അത് രണ്ട് തരത്തിൽ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇന്ന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമുക്കൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് സമ്പാദിക്കാനൊന്നും പറ്റുന്നില്ല. കാരണവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളിങ്ങോട്ട് എടുക്കുക ചെയ്യുന്നു അല്ലേ. പണ്ടുള്ളവർക്ക് ഇത്രയും സൗകര്യങ്ങളില്ല, പക്ഷെ ഇവർക്കൊക്കെ ഈ വെച്ചാരാധനയോ പ്രാർത്ഥനയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ടുള്ള മുതിർന്ന കാരണവന്മാർ ഈ സ്വന്തമായിട്ട് ക്ഷേത്രത്തിലൊന്നും പോകാൻ പറ്റാതിരുന്നൊക്കെ കാലത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നത് യക്ഷി രക്ഷസ് അല്ല യക്ഷി ഗന്ധർവൻ. രക്ഷസ് ഗന്ധർവന്റെ സ്വഭാവം കാണിക്കുന്നു എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് യക്ഷിയുടെ കൂടെ രക്ഷസും ആവാം ഗന്ധർവനും ആവാം, രണ്ടും. ഇവരെ രണ്ടുപേരും ഭയങ്കര മോശ സങ്കല്പമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ കാരണവന്മാരൊക്കെ യക്ഷിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഭയങ്കര കൂർത്ത പല്ലും അങ്ങനെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ അവരങ്ങനൊന്നും അല്ല, ആ ഒരു സങ്കല്പവുമല്ല. പക്ഷെ ഉഗ്രരൂപത്തിൽ ഈ പിശാചിനി എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഉഗ്രരൂപത്തിൽ വരുമ്പോൾ ആ ഒരു രൂപം ഉണ്ടാകും. പക്ഷെ യക്ഷി എന്ന് പറയുന്നത് ഒരു സാത്വിക ഭാവത്തിലുള്ളതാണ്. അവർ നമ്മുടെ കൂടെ വരികയോ ഇല്ലേ നമ്മുടെ കുടുംബത്തിൽ വെച്ച് ആചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത്. പഴയ കഥകളാണ് ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റി. അതായത് പനയുടെ മേലിൽ താമസിക്കുന്ന യക്ഷി, ബ്രാഹ്മണൻ നടന്നു വരുന്നു, ചോര ചുണ്ണാമ്പ് ചോദിക്കുന്നു, ലാസ്റ്റ് രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലും കഷ്ണം മാത്രമായി മാറുന്നു. അങ്ങനെയുള്ള കുറേ കഥകളുണ്ട്. ഞാൻ പലതവണ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ചുണ്ണാമ്പ് കഴിക്കുന്ന യക്ഷി ഏതാണെന്നൊക്കെ ഞാൻ പലതവണ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് മനസ്സിലായിട്ടില്ല ഇതുവരെ. പക്ഷേ ഏതെങ്കിലും ഒരു ദ്രാവിഡനെയോ ഇല്ലേ പോട്ടെ ഒരു ബാക്കിവേഡ് കമ്മ്യൂണിറ്റി പെട്ട ഒരാളെ യക്ഷി പിടിച്ചതായിട്ടൊരു കഥയുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലേ ഒരു നമ്പൂതിരി യക്ഷി പിടിച്ചു, ഇല്ല ഇത് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഒരിടത്തും ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പെട്ട ഞാൻ അങ്ങനെ ജാതിയൊന്നും എടുത്തങ്ങനെ പറയുന്നത് ഒരാളെ യക്ഷി പിടിച്ച കഥ നമ്മൾ കേട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഒന്നുകിൽ ബ്രാഹ്മണൻ, ശുദ്ധ ബ്രാഹ്മണനാണെങ്കിൽ അഗ്നി ഉപാസകൻ ആണെങ്കിൽ അവനെ യക്ഷി പിടിക്കത്തില്ല എന്നുള്ള. പക്ഷെ ദ്രാവിഡന് നല്ല ഉപാസനയുള്ളത് കൊണ്ടും യക്ഷി പിടിക്കത്തില്ല. പിന്നെ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ താന്തോന്നിയായി നടക്കുന്ന ഒരാളെ ആയിരിക്കും ഒരു പക്ഷേ യക്ഷി പിടിക്കുന്നു എന്നൊക്കെ കേട്ടു. പക്ഷെ ഈ യക്ഷി എന്ന് പറയുന്നത് ഈ സൂര്യകാലടി മനയിലെ കഥയൊക്കെ നോക്കിക്കഴിഞ്ഞാല് യക്ഷിയോട് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ യക്ഷി കൊടുത്ത ശാപത്തിന് അച്ഛൻ മരിക്കുന്നു, അങ്ങനെയാണ് തളയ്ക്കാൻ വേണ്ടിട്ട് യക്ഷിയെ തളയ്ക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അങ്ങനെയുള്ള കുറെ കഥകളുണ്ട്. എന്നിട്ട് ആ യക്ഷിയെ പിടിച്ചതായിട്ട് പറയുന്നുണ്ടോ? യക്ഷിയെ പിടിച്ച് ആവാഹിച്ച് ഇല്ലാതാക്കി എന്ന് പറയുന്ന ആ യക്ഷിയോട് നീതിപൂർവമായിട്ട് പ്രവർത്തിച്ചില്ല. ഞാൻ അങ്ങനെ കേട്ടേക്കുന്നത്. എനിക്ക് അവസാനം യക്ഷിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ ഒരു പ്രതിഷ്ഠയായിട്ട്. അതെന്തിനാ പ്രതിഷ്ഠിച്ചത്? എന്തിനാ? പിടിച്ച് തീർത്ത് കളഞ്ഞെങ്കിൽ തീർത്ത് കളയുമല്ലോ ഇവിടണ്ടേ. അങ്ങ് പ്രതിഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു പരിഹാരം ചെയ്തു എന്ന് വേണ്ടേ ചിന്തിക്കാൻ? അങ്ങനല്ലേ എനിക്കങ്ങനെ മനസ്സിലാക്കുന്നത്. പരിഹാരം ചെയ്തിട്ടുണ്ടാവാം, അതാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നിയിരിക്കുന്നത് യക്ഷി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കഥകൾ കേട്ട് ഇത് മൊത്തം കഥയാണ്. ഈ കഥകൾ കേട്ട് ഇതെന്തോ ഭീകര സത്വമാണെന്ന് ചിന്തിച്ചിട്ട് മനുഷ്യൻ പേടിച്ചിട്ട് ഇതൊന്നും എടുക്കത്തില്ല. പല തറവാടുകളിലും താങ്കൾ ചോദിച്ച പോലെ ഈ ഭുവനേശ്വരി എന്ന് പറഞ്ഞ് പൂജിച്ചിരിക്കുന്ന ആള് രാശിയിൽ നോക്കുമ്പോൾ അത് ദേവിയല്ല,
ഭദ്രകാളിയല്ല, ദുർഗയല്ല. ഭദ്രകാളി വരണേ ചൊവ്വ വരണം, ദുർഗ വരണേ ചന്ദ്രൻ വരണം. ഇതൊന്നുമല്ല. അവിടെ ശുക്രന്റെ രാശിയാണ് വരുന്നത്. ശുക്രന്റെ രാശിയിൽ ഗുളിക സങ്കല്പത്തോടു കൂടി ശുക്രൻ നിന്നാൽ അവിടെ യക്ഷി എന്ന് പറയണമെന്നാ പറയുക. അപ്പോൾ അവിടെ ഗുളികനില്ലാതെ വന്നാൽ മഹാലക്ഷ്മി എന്നും ഒക്കെ പറയും. ഗുളികന്റെ ഇതിൽ ഗുളികനോട് ചേർന്ന് ശുക്രന്റെ രാശി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ യക്ഷിയാണ്. അപ്പോൾ ഈ ഭുവനേശ്വരി എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് പലതും യക്ഷിയാണ്. ആ ഭവനത്തെ കാക്കുന്നവൾ ഭുവനേശ്വരി എന്ന്. ആ കാക്കുന്ന ആളെ യക്ഷി എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ പേടിക്കും. അവർക്ക് ഈ യക്ഷി എന്ന് പറയുന്ന സങ്കല്പത്തിന് വാത്സല്യമില്ല, അമ്മ ഭാവവുമല്ല, അമ്മ എന്നൊരു ഭാവമല്ല അവർക്കുള്ളത്. അവർക്ക് എപ്പോഴും ഒരു പ്രണയിനിയുടെ ഭാവമായിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യക്ഷി എന്ന് പറഞ്ഞ സങ്കല്പത്തിന്. അവർക്ക് നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ തരാൻ പറ്റും. വിവാഹ ജീവിതത്തെ ശുക്രനും വ്യാഴവും ഒന്നു ചേർന്ന് നിൽക്കുമ്പോഴേ നമുക്ക് ആ വിവാഹബന്ധം അവിടെ പൂർണ്ണമാവുന്നുള്ളൂ. ശുക്രൻ സ്ത്രീയും വ്യാഴം പുരുഷനുമാണ്. അപ്പോൾ അവരൊന്നിച്ച് നിൽക്കണം. പക്ഷേ ഈ യക്ഷിയമ്മേനെ യക്ഷി അമ്മ എന്ന് നമ്മൾ വിളിച്ചാലും അവർക്ക് അമ്മ ഭാവമല്ല, അവർക്കൊരു കാമുകിയുടെ ഭാവമാണുള്ളത്. അവരുടെ അനുഗ്രഹം വന്നാൽ നമുക്ക് നല്ല ഐശ്വര്യം വരും. ചിലർക്ക് ഭയങ്കരമായ വശ്യത, ഭയങ്കരമായ ആകർഷണത്വം. ഒരുപക്ഷെ ചിലപ്പോൾ ഈ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ ഈ കൈകൾക്ക് നല്ല നീളമായിരിക്കും. നമ്മുടെ കാൽമുട്ടിനെ കഴിഞ്ഞും ആ ഒപ്പത്തിനൊപ്പം കൈക്ക് നീളമുള്ളവരെയൊക്കെ കണ്ട യക്ഷി സാന്നിധ്യം ആ സ്ത്രീയിലുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ അത് പ്രത്യേകിച്ച് അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് നല്ല ഐശ്വര്യവും കാണാൻ നല്ല ആകർഷണത്വമൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ അവർ ഐശ്വര്യത്തെ തരുന്നവരാ. അവരൊന്നും ദോഷം ചെയ്യുന്ന ദേവതയൊന്നും അല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ദേവതകളെ എല്ലാം ഇപ്പോൾ ബ്രാഹ്മണിക്കൽ ദേവതകളായിട്ട് മാറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും. ബ്രാഹ്മണർക്ക് കുറച്ചുകൂടി ഇതേക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ളതുകൊണ്ട് അവരത് കൃത്യമായിട്ട് ആചരിച്ചു പോകുന്നു. പിന്നെ ആരൊക്കെയോ ചില കഥകൾ ഉണ്ടാക്കുന്നു. ആ കഥകൾ കേട്ട് മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു എടുക്കാനൊന്നും പോകുന്നില്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മറ്റുള്ളവർ പറയുന്നതാണ് സത്യം എന്ന് കരുതിയിട്ട് ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചു പോകുന്നു. ഒരു മൂലയ്ക്കിരുന്ന് ഇവർ പറയുന്നുണ്ടായിരിക്കും, നിങ്ങൾ പറയുന്ന അല്ല ശരി. അവരുടെ ശബ്ദമൊന്നും ആരും കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഉദാഹരണവും കൂടെ പറയാം. ഇപ്പോൾ എന്താണ് ഈ യക്ഷിയമ്മയുടെ കാര്യം തന്നെ. പല കുടുംബങ്ങളിലും യക്ഷിയുണ്ട്. അവരത് എടുത്തു വെച്ചിരിക്കുന്നത് എന്തിനാ? അവർക്ക് ഐശ്വര്യവും സമൃദ്ധി ഉണ്ടാകാനാ. രക്ഷസ്, ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. ബ്രാഹ്മണ നന്നായിട്ട് ജീവിച്ച, നല്ലപോലെ ദാനധർമ്മങ്ങൾ കൊടുത്ത്, നല്ലപോലെ അഗ്നിക്ക് ഹോമം ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ച ഒരു ബ്രാഹ്മണന്റെ പ്രേതരൂപത്തെയാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത്. അതിനെ പല ദ്രാവിഡരും എടുത്തു വെക്കുന്നുണ്ട് വ്യാഴബലം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ദ്രാവിഡർക്ക് ഉഗ്രശക്തിയാണ് കൂടുതൽ. ഞാൻ ഈ പറഞ്ഞ മാടൻ, മറുത, പൃത്തിങ്കരി എന്നൊക്കെ പറഞ്ഞ കുറേ ദേവതകളുണ്ടല്ലോ, ഇവർക്കൊക്കെ ഉഗ്രശക്തിയുണ്ട്. എന്തിനെ നശിപ്പിക്കാനുള്ളൊരു ശക്തിയുണ്ട്, നമുക്കൊരു വലിയൊരു ശത്രുദോഷം വന്നാൽ തടയാനുള്ള ശക്തിയുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവർക്കൊന്നും സാമ്പത്തികം കൊണ്ട് തരാനുള്ള ശക്തിയില്ല. സാമ്പത്തികം വരണേ അവിടെ ആര് വരണം? അവിടെ വ്യാഴം വരണം. അപ്പോൾ അതിന് നമ്മൾ എന്തെടുക്കും? നമ്മൾ ബ്രഹ്മരക്ഷസിനെ എടുക്കും, അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ എടുക്കണം. ഇതെടുത്തെങ്കിലേ നമുക്ക് സാമ്പത്തികം. ഇല്ലേ ശുക്രൻ വരണം. ശുക്രൻ ഉണ്ടെങ്കിലും ഭൗതികമായിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. ഇതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഉഗ്രത കൊണ്ട് മാത്രം ഇരുന്നിട്ട് ജീവിച്ചു പോകാൻ പറ്റുമോ? ഈ ദ്രാവിഡർ തോറ്റു പോകുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞൊരു ഇല്ലേ മഹാവിഷ്ണു എന്ന് പറഞ്ഞൊരു സങ്കല്പമല്ല, ഒരു ഉഗ്രതയ്ക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണ്. ഭദ്രകാളിയാണേലും സമ്പത്ത് ഒരുപാട് അങ്ങനെ തരത്തില്ല, പക്ഷെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഉള്ള സമ്പത്തിനെ സംരക്ഷിക്കും. അത് പുറത്തോട്ട് പോകാൻ നോക്കിയുള്ളൂ, അത്രേ ഉള്ളൂ. ഒന്നും ഇല്ലെങ്കിലോ എന്തോ സംരക്ഷിക്കും. ശത്രുക്കളെ നിഗ്രഹിക്കാൻ അല്ലെങ്കിൽ അതിന് ഉഗ്രശക്തി വേണം. വേണം. പക്ഷേ സാമ്പത്തികം കൊണ്ടുവരില്ല. സാമ്പത്തികം കൊണ്ടുവരത്തില്ല. സാമ്പത്തികം വരണമെങ്കിൽ അവിടെ വ്യാഴം വന്നേ പറ്റൂ, അല്ലെ ശുക്രൻ അവിടെ വന്നേ പറ്റൂ. അതില്ലാതെ നമുക്ക് സാമ്പത്തികം ഉണ്ടാവത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ്, യക്ഷിയമ്മയൊക്കെ സാമ്പത്തികം കൊണ്ട് തരുന്ന ആളാണ്. പക്ഷെ അതിനെ ആരും വീട്ടിൽ വെക്കാൻ സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ മറ്റവൻ രക്ഷപ്പെട്ടു പോയാലോ. അതുകൊണ്ട് പറയും യക്ഷി ഭയങ്കര ഭീകരരൂപിയാണ്, ബ്രഹ്മരക്ഷസ് ഭയങ്കര ഭീകരരൂപിയാണ്, അതിന് കൂർത്ത നഖങ്ങൾ. ഒന്നുമില്ല, ഒരു ബ്രാഹ്മണന്റെ പ്രേതം. ആ ബ്രാഹ്മണൻ എങ്ങനെ ജീവിച്ചിരുന്ന പെരുന്നോ അതേ സ്വഭാവം തന്നെയുള്ളൂ. പിന്നെ ബ്രഹ്മരക്ഷസ് ഒരാൾക്ക് ബാധയായാൽ സംഭവിക്കുന്നത്, നമുക്ക് വയറിനകത്ത് ഗ്യാസ് കെട്ടിയിട്ട് അത് ചങ്കത്തോട്ട് വരും, നമുക്ക് ശ്വാസം കിട്ടാതെ നമ്മൾ പെടയും, അങ്ങനെയൊക്കെ വരും. പിന്നെ സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകും. നമ്മൾ എത്ര സമ്പാദിച്ചാലും അത് മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോകും. പുളിയാമ്പുള്ളി നമ്പൂതിരി അതൊക്കെ ബ്രഹ്മരക്ഷസ് ഗണത്തിൽപ്പെടുന്നതാണ്. അതൊക്കെ വെച്ച് പൂജിച്ചിട്ട് കാലാന്തരത്തിൽ എടുത്ത് കളഞ്ഞാൽ ഇതുപോലെ ബാധയാവാം. അന്നേരം നമുക്ക് പ്രശ്നങ്ങൾ വരാം. പക്ഷേ ഇവരെ നമ്മൾ പൂജിച്ചു എന്നിരിക്കട്ടെ, ഇപ്പം നമുക്ക് എത്രയാണുള്ളത് അതിൻ്റെ 10,000 ഇരട്ടി നമുക്ക് തിരിച്ചു കൊണ്ടുതരും. അത് എവിടുന്ന് നമുക്ക് സാമ്പത്തികം വരുന്നെന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ഇനി എന്തെങ്കിലും കുറച്ച്
എന്താ കുറച്ച് പച്ചക്കറിയേ ഉള്ളൂ നമുക്ക് പുറത്ത് ഒരു മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനെങ്കിലും 5 രൂപ കിട്ടേണ്ട പച്ചക്കറിക്ക് ചിലപ്പോൾ ആരെങ്കിലും വന്നാൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്തതാണോ, എന്നാൽ ഇതിന് ഞാനൊരു 100 രൂപ തന്നേക്കാന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ട് പോകുന്നൊരു സാഹചര്യം. അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കുറച്ച് ധനം കൂടുതൽ വരും നമ്മളിലേക്ക്. ഈ പ്രേതങ്ങൾ ഒരു മോശഭാവമാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. മോശം എന്ന് പറഞ്ഞ എന്താണ്, അവർ ചിലപ്പം ചില ബാധയിൽ മരിക്കുന്നവരുണ്ട്. അതായത് ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും മാരണം ചെയ്തിട്ട്, ദോഷം ചെയ്തിട്ട്, ഒരാൾ ഭദ്രകാളി ദോഷമോ സർപ്പദോഷമോ വന്ന ഒരാളങ്ങ് മരിക്കുക, വെള്ളത്തിൽ വീണ് മരിക്കുക, തൂങ്ങി മരണം, എന്തെങ്കിലും വിഷം കഴിച്ച് മരണപ്പെടുക, ഇതെല്ലാം ഈ എന്താണ് സർപ്പദോഷമാണ്. സർപ്പദോഷം കൊണ്ട് മരിക്കുന്ന ആക്സിഡൻറ്റിൽ പെട്ട ഒരാൾ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഭദ്രകാളി ദോഷത്തിലാണ് മരിച്ചത്. ദുർമരണങ്ങളല്ല, അതിനൊക്കെ ഓരോ ദേവത കാരണമായിട്ടുണ്ട്. ബ്രഹ്മരക്ഷസും ഭദ്രകാളിയും കൂടെ ബാധയിൽ വന്നാൽ അയാൾക്ക് മരണം ഉണ്ടാവുക. ദുർമരണമാണെങ്കിൽ അയാൾക്കുണ്ടാവുക അറ്റാക്ക് വരിക, പറഞ്ഞാൽ ഞരമ്പുകളൊക്കെ പൊട്ടി അങ്ങനെ ഒക്കെ മരണപ്പെടാം. അറ്റാക്ക് വരാം, പെട്ടെന്ന് ചങ്കിനകത്ത് ഒരു വേദന പോലെ വന്നു, അതൊക്കെ രക്ഷസ് കടുത്ത ബാധയാവുന്നതാണ്. അങ്ങനെയൊക്കെ വരാം. പിന്നെ കിഡ്നി പ്രശ്നങ്ങൾ വരും. ക്യാൻസർ വരുന്നത് രാഹുവും ഭദ്രയും ചൊവ്വയും കൂടെ 12ാം ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ആ ആൾക്ക് ക്യാൻസർ വരുന്നത്. ഭദ്രകാളി സർപ്പവും ബാധയിൽ വന്നാൽ ക്യാൻസർ വരെ വരാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇത് മരിച്ചു കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഭഗവാനിലേക്ക് എത്തണം. ഭഗവാനിലേക്ക് എത്താതെ വഴിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഇങ്ങനെ എന്താ രാശി നോക്കുമ്പോൾ ഒരു പ്രേതത്തിൻ്റെ ദോഷം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ എന്ന് ചിലർ പറയുമല്ലോ. അപ്പോൾ ആ ദോഷം ഉണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം ഭഗവാനിൽ എത്തിയിട്ടില്ല, അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് പോകാതെ നിൽക്കുന്നത്. അപ്പം നമ്മളിലേക്ക് തിരിച്ചു വന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ വരിക. ചിലപ്പോൾ ചിലർ പറയില്ലേ ഇങ്ങനെ, ഞാനിങ്ങനെ ഒച്ച കേട്ടു ജനലിൻ്റെ അവിടെ, ഞാനിങ്ങനെ പുള്ളി നിൽക്കുന്നത് പോലെ, ഇങ്ങനെയൊക്കെ ചിലർ പറയും. പ്രേതങ്ങളെ കണ്ട കഥകൾ നമ്മളോട് പറയുമ്പോൾ അങ്ങനെ പറയുക. അങ്ങനെയൊക്കെ അവർ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ച് ആവാഹിച്ച് ആണിയടിച്ച് തറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. ആ കൂടെ എന്തൊക്കെയോ നീച സാധനങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ആൾ പോകത്തെ. ഇപ്പോൾ ഒരു സർപ്പദോഷം കൊണ്ട് മരിച്ച ആളാണെങ്കിൽ ആ മരിച്ച ആത്മാവിൻ്റെ കൂടെ സർപ്പം ഉണ്ടാവും. ആ സർപ്പത്തിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അവിടെ ഇട്ട് ഈ സർപ്പം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആ സർപ്പത്തിനെ മാറ്റണം. മാറ്റിയിട്ട് അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹം ശുദ്ധനായല്ലോ, അതിനെ എവിടെയായി ഇരുത്താൻ പറ്റുകയെന്ന് വെച്ചാൽ അവിടെ ഇരുത്തുക. അപ്പോൾ അത് ശരിയാവും. എന്താണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡായിട്ടിരിക്കാം. ഒരുപാട് നന്ദി.